അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? മൂന്നാം ഗഡു കൊടുത്തില്ല. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ടത് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ എന്തും വിളിച്ചു പറയാം, ആരും ചോദിക്കില്ല, പറയില്ല. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവരുടെ അജ്ഞത മുതലെടുത്ത് ചിലതൊക്കെ പറയാം. എന്നാൽ നിയമസഭയിൽ അത് നടക്കുമോ? നടക്കില്ല. നടക്കുമെന്നാണ് വിചാരിച്ചത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്നാൽ ഇന്ന് അത് നടന്നില്ല എന്ന് മാത്രമല്ല, കനത്ത തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആരാണ് പറയുന്നത്? മുഖ്യമന്ത്രിയാണ് എന്നോർക്കണം. പ്രതിപക്ഷ നേതാവ് എണ്ണി മറുപടി പറഞ്ഞു സഭയിൽ തന്നെ. ഒന്നും പറയാനുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി വി ഡി സതീശന്. കേൾക്കാം മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വാക്കുകളും അതിന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നൽകിയ മറുപടിയും. 1533 കോടി രൂപ കുറച്ചു അല്ലേ? 2025-26 ബജറ്റിൽ അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? മൂന്നാം ഗഡു കൊടുത്തില്ല. എത്രയാ മൂന്നാം ഗഡു? 2150 കോടി രൂപ കൊടുക്കാതെ പോയവരാണ് നിങ്ങൾ. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാൻ. എന്തൊരു തമാശയാണ്. വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. സർ, ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ മൂന്നാം ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിയാതിരുന്നത് അത് തീർത്തും വ്യക്തതയുള്ള കാര്യമാണ്. മാർച്ചിലാണ് മൂന്നാം ഗഡു നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. സാധാരണ നിലയിൽ സർക്കാരിൻ്റെ പ്ലാൻ ഗ്രാൻറ്റ് 3 ഗഡുക്കളായി നൽകുന്നതിനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ മൂന്നാമത്തെ ഗഡു അനുവദിച്ച് നൽകുന്നതിന് തടസ്സമായി വന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. അതുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി ചോദിച്ചു. പക്ഷേ അനുമതി ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഈ മൂന്നാം ഗഡു അനുവദിക്കാൻ കഴിയാതിരുന്നത്. സർ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന തുക അനുവദിക്കുന്നതിന് പ്രയാസമുണ്ടോ? കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം 6000 കോടിയോളം രൂപ നീക്കിയിരിപ്പുണ്ടല്ലോ. സ്വാഭാവികമായും അതിൽ നിന്ന് സ്പില്ലോവറായി മൂന്നാം ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാവുന്നതാണ്. സ്പില്ലോവർ കൊടുത്തില്ല. സ്പില്ലോവർ കൊടുത്തില്ല. ഈ 2150 കോടി രൂപ കൊടുത്തില്ല. ഓക്കെ, ബജറ്റിൽ ആ തുക വെച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ബജറ്റിൽ ആ തുക വെച്ചിട്ടുണ്ടോ സ്പില്ലോവർ കൊടുക്കാൻ? വെച്ചിട്ടില്ലല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പില്ലോവറിനെ കുറിച്ച് പറഞ്ഞ കാര്യം. അദ്ദേഹം ചോദിച്ച ചോദ്യം, കഴിഞ്ഞ ബജറ്റിൽ സ്പില്ലോവർ നൽകുന്നതിന് വേണ്ടി തുക വകയിരുത്തിയിരുന്നോ? അതായത് LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഇതിനു വേണ്ടി തുക വകയിരുത്തിയിരുന്നോ എന്നാണ്. സർ, അദ്ദേഹത്തിന് നടപടിക്രമങ്ങൾ അറിയാത്തതല്ല, നല്ല നിശ്ചയമുള്ള ആളാണ്. പക്ഷേ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. സർ, സ്പില്ലോവറിൻ്റെ ഭാഗമായി തുക അനുവദിക്കുന്നതിന് പ്രത്യേകമായ വകയിരുത്തൽ ആവശ്യമില്ല. അത് അനുവദിച്ചതിന് ശേഷം പിന്നെ അധിക ഫണ്ട് അനുവദിക്കുന്ന രീതിയാണ്